ന്യായാമോദവളാവകുണ്ടനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ഭാര്യയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുതനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്കനീ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികേ താവകമായ ശരമേറ്റു. ദേഹം ഉപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യം എന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതി. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ
സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നതാകയാലിന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകീതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്ഥിക്കയാലെന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനേൻ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. എന്നോട് തുല്യബലനാകും അങ്കദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അങ്കദബാലനും ഒക്കെ എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടു മെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലയും യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവൽ പാദം ഗമിച്ചിടിനാൻ. ഓം അമൃതേശ്വരി നമഃ. ഇതിഹാസകാവ്യമായ രാമായണത്തിലെ ശക്തനായ കഥാപാത്രവും വാനര രാജാവുമായ ബാലിയുടെ വധമാണ് ഇന്ന് പാരായണം ചെയ്തത്. കിഷ്കിന്ധയിലെ രാജാവായിരുന്ന ബാലി ഇന്ദ്രപുത്രനും സുഗ്രീവ ജ്യേഷ്ഠനുമായിരുന്നു. സുഗ്രീവനും ശ്രീരാമനും തമ്മിലുള്ള അഗ്നിസഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് ക്ഷണിക്കുന്നു. നേർക്കുനേർ എതിരിടുന്ന ആളിന്റെ പകുതി ശക്തി കൂടി ബാലിക്ക് ലഭിക്കുമെന്ന വരവുമുള്ളതിനാൽ വൃക്ഷത്തിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ശ്രീരാമന്റെ അസ്ത്രമേറ്റ് ബാലി നിലം പതിച്ചു. രാമന്റെ അമ്പേറ്റാണ് താൻ വീണതെന്ന് മനസ്സിലാക്കിയ ബാലി യാതൊരു വിധത്തിലുള്ള അപരാധം ശ്രീരാമനോട് ചെയ്യാതെ തന്നെ ഓളിയമ്പ് ചെയ്തത് ക്ഷത്രിയൻ യോജിച്ചതാണെന്ന് ചോദിക്കുന്നു. ബാലിയുടെ അധിക്ഷേപങ്ങൾക്ക് ഭഗവാൻ മറുപടി പറയുന്നു. സ്വഭാവം കൊണ്ട് അധർമ്മം പ്രവർത്തിച്ച ബാലി പാപിയായി മാറിയിരിക്കുന്നു. സ്വന്തം അനുജനെ പുത്രതുല്യം കണ്ട് അവനെ സംരക്ഷിക്കുന്നതിന് പകരം ബാലി സംശയത്തിന്റെ പേരിൽ ദ്രോഹിക്കുകയും സഹോദര പത്നിയെ സ്വന്തമാക്കുകയും ചെയ്തു. സത്യത്തിലും ധർമ്മത്തിലും വിശ്വസിക്കാത്ത ബാലി സഹോദര ഭാര്യ മകളെപ്പോലെയും അമ്മയെപ്പോലെയും കരുതണമെന്നുള്ള തത്വത്തെ മറന്നു. പെരുമാറ്റ സംഹിത തെറ്റിക്കുന്നതിന് പൂർവികർ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് മരണശിക്ഷയാണ്. അപമാനം പ്രവർത്തിക്കുന്നതിനെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ധർമ്മശാസ്ത്ര വ്യാഖ്യാനവും. ചെറിയ ദാനത്തിന് മഹത്തായ ഫലം അനുഭവിക്കുന്നത് പോലെ ചെറിയ തെറ്റിന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നു. വിവേകിയായ ബാലിക്ക് ശ്രീരാമന്റെ വാക്കുകൾ ബോധ്യപ്പെട്ടു. തന്റെ ഇഷ്ടദേവന്റെ മുഖം ദർശിച്ചുകൊണ്ട് ആ ധർമ്മബോധത്തെയും നീതിബോധത്തെയും സ്തുതിച്ചുകൊണ്ട് ബാലി ഇഹലോകവാസം വെടിഞ്ഞു. രാജനീതി നടപ്പാക്കുക, ദുർബലരെ സഹായിക്കുക എന്നീ ധർമ്മങ്ങളാണ് ബാലി വധത്തിലൂടെ ശ്രീരാമൻ നമുക്ക് കാട്ടിത്തന്നത്. ദുഷ്ടന്മാർക്ക് പോലും തന്റെ തെറ്റ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ കൈകൾ കൊണ്ട് മോക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന തത്വത്തെ കൂടി ശ്രീരാമചന്ദ്രൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ബാലിവധം നീതി, ധർമ്മം, വാഗതത്വം, സാമൂഹ്യഹിതം എന്നീ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ സന്ദേശമാണ്. ശ്രീരാമൻ ഒരാളായി മാത്രമല്ല ഭരണാധികാരിയായി കൂട്ടായ്മയുടെ സംരക്ഷകനായി പ്രത്യക്ഷപ്പെടുന്നു.